എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് നോക്കിയാലോ. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ മക്കളെ, നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ആഹാര ശൃംഖല ജാലം എന്നാണ്. ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ഫുഡ് വെബ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ ജീവികളുടെ പരസ്പര ബന്ധത്തിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയാം അല്ലെ. ദ ലിവിംഗ് ബീൻസ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് കോൾഡ് ഫുഡ് വെബ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ട്. ഞാൻ പ്ലാന്റ്സ് ആണ് കഴിക്കുന്നത്, പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, നമ്മൾ പരസ്പരം ജീവികള്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലാന്റിനെ തിന്നുന്ന സ്മോൾ ഫിഷുകൾ, ചെറിയ മീനുകൾ, ആ ചെറിയ മീനിനെ വലിയ മീനുകൾ തിന്നും അല്ലെ. ആ വലിയ മീനിനെ കൊക്ക് തിന്നും. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇനിയിപ്പോ പ്ലാന്റ്, ഗ്രാസ് ഷോപ്പർ, ഫ്രോഗ്, ക്രീൻ അല്ലെ, ചെറിയ പ്ലാന്റുകളിൽ ചെറിയതായിട്ടുള്ള പുൽച്ചാടികൾ തിന്നുന്നു, അതിനെ തവള തിന്നുന്നു, തവളേനെ കൊക്ക് തിന്നുന്നു. അതും എക്സാമ്പിൾ ആണ്. ഇനി പ്ലാന്റിനെ തിന്നുന്ന വേമിനെ തിന്നുന്ന ക്രോ അല്ലെങ്കിൽ കാക്ക അല്ലെ. ഇതും ഇതിലുള്ള എക്സാമ്പിൾ ആണ്. ഇതൊക്കെ പാട് നമ്മുടെ ഫുഡ് വെബിലുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ഫുഡിന് വേണ്ടി പരസ്പരം ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടിയിട്ട് കഴിക്കുന്നു, അങ്ങോട്ടും കൊണ്ടും കഴിക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുഡ് വെബ്. എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഫുഡ് വെബുകൾക്കുള്ള എക്സാമ്പിൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുക ഫുഡ് ചെയ്യുന്നുള്ള എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചിലപ്പോൾ തരായിരിക്കും ചെയ്യുക, എങ്കിൽ പോലും നിങ്ങൾ അത് വെച്ച് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഫുഡ് വെബ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഒരുപാട് എക്സാമ്പിളുകൾ ഇതിനോടകം തന്നെ മിസ് പറഞ്ഞു. ട്രീ തിന്നുന്ന ഡിയറിനെ തിന്നുന്ന ലയൺ എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്, അതിനെ തിന്നുന്ന സസ്യത്തെ തിന്നുന്ന മാനുണ്ട്, മാനിനെ തിന്നുന്ന സിംഹമുണ്ട്. ഇനിയോ സസ്യത്തെ തിന്നുന്ന ചെറിയ ചെറിയ ഫിഷുകൾ, അതിനെ ലാർജ് ഫിഷ്, അതിനെ ബേർഡ്സ് തിന്നുന്നു. ഇങ്ങനെ നിങ്ങൾ എക്സാമ്പിൾസ് എഴുതി പഠിക്കുക. എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഇത് പഠിക്കുക. സോ ഇനിയുള്ള ഇതേപോലെ ട്രിക്സും ടിപ്സും ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. അതുവരേക്കും ബൈ. സീരിയസ് ബൈ.